എല്ലാവർക്കും സ്വാഗതം. നമ്മളിന്ന് ഗോതമ്പ് നുറുക്കൊണ്ട് ഉപ്മാവ് ഉണ്ടാക്കാനാണ്. പണ്ട് നമ്മൾ സ്കൂളിൽ നിന്നെല്ലാം കഴിച്ചതാണ്, പക്ഷെ നീയൊന്നും കഴിച്ചിട്ടുണ്ടാകാൻ സാധ്യത. ഇനി അംഗൻവാടിയിൽ നിന്ന് ചിലപ്പോൾ നീ കിട്ടിയിട്ടുണ്ടാവും. അതുപോലെ ആണ് നമ്മളൊന്ന് ഉണ്ടാക്കാൻ നോക്കുന്നത്. തന്നെ മറ്റൊരു സന്തോഷമുള്ള കാര്യങ്ങളുണ്ട്. നമ്മുടെ സബ്സ്ക്രൈബർ ഗൾഫിൽ നിന്ന് നമുക്ക് കൊണ്ടുതന്നതാണിത്. നമുക്ക് 500 സബ്സ്ക്രൈബ് അയച്ചാൽ കൊടുത്തരാന്ന് പറഞ്ഞത്. നമുക്കിപ്പോൾ 900 സംതിങ് സബ്സ്ക്രൈബറായി. അപ്പോൾ അതിനകത്ത് എന്തെല്ലാം ഉള്ളത് നോക്കാം. കുറേ കത്തി ഉണ്ടല്ലേ? നമുക്ക് ഭയങ്കര സന്തോഷമുള്ള കാര്യം, കാരണം ആദ്യമായിട്ട് ഒരു സബ്സ്ക്രൈബർ നമുക്ക് തന്ന ഗിഫ്റ്റാണിത്. അതുകൊണ്ട് തന്നെ നമുക്ക് ഭയങ്കര സന്തോഷമാണ്. രണ്ട് കത്തി അല്ലേ? രണ്ടല്ല അല്ലേ? 5 കത്തി ഉണ്ടല്ലേ? 5 കത്തി. അപ്പോൾ വേറെന്തെല്ലാം ഉള്ളത്? പിന്നെ ഇത് കത്തി മുറിച്ചാക്കുന്ന ഫയലാണ് തോന്നുന്നു അല്ലേ? പിന്നെന്താ? തോല് ചേർത്തിരിക്കുന്നത് അല്ലേ? പിന്നെ ഒരു കത്രിക അല്ലേ? പിന്നെ ഒരു കത്രിക, പിന്നെ ഒരു കട്ടിംഗ് ബോർഡ് അല്ലേ? കട്ടിംഗ് ബോർഡ് എടുക്കാൻ വേണ്ടി ഇവർ കുറേ സമയം കളിക്കുന്നുണ്ട്. നായിൻ്റെ ടൈമിൽ മൂടൻ തേങ്ങ വെച്ചാൽ വരെയാണ് ഇവർ കളിക്കുന്നത്. അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ചില്ല. കിട്ടിയല്ലേ താനി? ഒടുവിൽ നമ്മൾ ജയിച്ചല്ലേ? ഇനിയും കിട്ടിയില്ലേ? കട്ടിംഗ് ബോർഡിൻ്റെ അടുപ്പിങ്ങനെ നമ്മളിത് ഗ്യാസ് ഉപയോഗിക്കാണ്ട് അടുപ്പത്തു നിന്നാണ് ഉപ്മാവ് ഉണ്ടാക്കാൻ പോകുന്നത്. ഉരുളിൻ്റെ അകത്താണ് ഉപ്മാവ് ഉണ്ടാക്കുന്നത്. ഉരുളി ചൂടായിട്ടുണ്ട്. നമുക്ക് അതിനകത്ത് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഉരുളിയിലാക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റ് തന്നെയാണ് ഉണ്ടാവുക. ഉരുളീൻ്റെ ആ ചൊയ്യും കൂടി വന്നിട്ട് നല്ല രസം ഉണ്ടാവും തിന്നെ. അപ്പോൾ വെളിച്ചെണ്ണ ചൂടായിട്ടുണ്ട്. നമുക്ക് കടുക് ഇട്ട് കൊടുക്കാം. അപ്പോൾ കടുക് പൊട്ടിയിട്ടുണ്ട്. നമുക്ക് കറിവേപ്പില ഇട്ട് കൊടുക്കാം. കുറച്ച് ഉണക്കമുളക്. വറ്റൽമുളക് എന്നും പറയാം. വറ്റൽമുളക്, നമ്മൾ ഉണക്കമുളക് എന്ന് പറയും. ഇനി കുറച്ച് നിലക്കടല ഇട്ട് കൊടുക്കാം. ചില ആൾക്കാർ ഇതിന് കപ്പലണ്ടി എന്ന് പറയും, നമ്മളിനി നിലക്കടല എന്ന് പറയല്. നല്ലോണം ഇളക്കി കൊടുക്കാം. കപ്പലണ്ടി നല്ലോണം ചൂടായിട്ട് നല്ല ഇതായി വന്ന് പൊരിഞ്ഞ് വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അതിനകത്ത് ഉള്ളി ഇടാം. ഇപ്പം തന്നെ നല്ലൊരു മണാലം വരുന്നുണ്ട്. നല്ല ടേസ്റ്റ് ഉണ്ടാവുമെന്ന് വിചാരിക്കുന്നു. നല്ല മണാലം വരുന്നുണ്ട്. പണ്ട് നമ്മൾ സ്കൂൾ പഠിച്ച സമയത്ത് ഈ റവയാണ് ഉണ്ടാവുക. നമ്മളെന്നിട്ട് ഇത് ഉപ്പിലെ ചപ്പിലാണ് ഇത് വാങ്ങിച്ചിട്ട് തിന്നത്. അപ്പം അന്നേരം പ്ലേറ്റ് ഒന്നുമില്ല. ഉപ്പിലെ ചപ്പിൽ വാങ്ങിച്ചിട്ട് നോക്കുമ്പോൾ ഉപ്പിലെ ചപ്പിലാകുമ്പോൾ ഭയങ്കര ആ ചപ്പിൻ്റെ ടേസ്റ്റും കൂടി ഉണ്ട്. അതുകൊണ്ട് നമ്മൾ ഇപ്രാവശ്യം ഉണ്ടാക്കുമ്പോൾ അത് ഉപ്പിലെ ചപ്പിൽ തന്നെയാണ് പെട്ടെന്ന പരിപാടിയാണ് ഉള്ളത്. ഇപ്പോൾ ഉള്ളി ഏകദേശം വാടി നല്ല ബ്രൗൺ കളറായിട്ട് വന്നിട്ടുണ്ട്. അതിനകത്ത് നമുക്ക് ക്യാരറ്റ് ചെറുതായി അരിഞ്ഞിട്ട് ഉള്ളതാണ്. അത് പണ്ട് സ്കൂൾ പഠിക്കുന്ന സമയത്ത് ക്യാരറ്റ് ഒന്നും കിട്ടില്ല. ക്യാരറ്റ് കിട്ടില്ല. കപ്പലണ്ടി ഉണ്ട് തോന്നുന്നു അല്ലേ? കപ്പലണ്ടി ഒന്നും ഉണ്ടായിരുന്നില്ല. അത് നമുക്കൊന്നും ഓർമ്മയില്ല. എനിക്ക് വെറും റവേന്റെ മാത്രമേ ഓർമ്മയില്ല. പച്ചമുളകാന്ന് തോന്നുന്നു ഉണ്ടായിരുന്നു. ഒരു പച്ചമുളക് കിട്ടുന്നു. ഇപ്പൊ തന്നെ നല്ല മണം വരാൻ തുടങ്ങിയിട്ടുണ്ട്. മണം വരുമ്പോഴത്തേക്ക് നമ്മൾ ആ പഴയ ഓർമ്മ, സ്കൂളിൽ നിന്ന് റവ നിന്ന് ഓർമ്മ വരുന്നുണ്ട്. ഇനി കുറച്ച് തേങ്ങ ചിരകിയത് ഇട്ട് കൊടുക്കാം. ഇത് നല്ലോണം ഇളക്കിയിട്ട് നല്ലൊരു കളറ് മാറുമ്പോൾ നമുക്ക് ഉപ്മാവ് റവ ഇടാം. റവ ആദ്യമേ ഒരു അരമണിക്കൂർ മുമ്പേ കഴുകി വെച്ചല്ലേ? കഴുകി പൊതിർത്ത് വെച്ചിട്ടുണ്ട്. ചെറുങ്ങനെ കുതിർത്ത് വെക്കണം. ഒരു അരമണിക്കൂറൊന്നും കുതിർത്ത് വെക്കണം അതിൻ്റെ അല്ലേ? കഴുകി വൃത്തിയാക്കിയിട്ട് അരമണിക്കൂർ കുതിർത്ത് വെക്കുക. കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം. അപ്പോൾ ഇതെല്ലാം ഉള്ളിയും തേങ്ങയെല്ലാം നല്ലോണം
ഫ്രൈ ആയി വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അതിൻ്റെ അകത്തേക്ക് കുതിർത്ത് വെച്ച ഗോതമ്പിൻ്റെ റവ ഇട്ട് കൊടുക്കാം. ഞാനിത് അരമണിക്കൂർ വെള്ളത്തിലിട്ട് വെച്ചു, കഴുകി വൃത്തിയാക്കിയിട്ട് അരമണിക്കൂർ വെള്ളത്തിലിട്ട് വെച്ചിട്ട് കഴുകിയെടുത്തതാണ്. അപ്പോൾ നല്ലോണം കുതിർന്നിട്ടുണ്ടാവും. നല്ലോണം ഇളക്കി കൊടുക്കും. കാണാൻ തന്നെ നല്ലൊരു രസമുണ്ട്. അതിൻ്റെ ഇടയിൽ സാനി കട്ടൻ ചായ വെക്കാൻ പോയിട്ടുണ്ട്. ഇനി നല്ല കോമ്പിനേഷൻ കട്ടൻ ചായയും റവയാണ് നല്ല കോമ്പിനേഷൻ. കിച്ചും അവരുടെ അപ്പുറത്ത് കളിക്കുന്നുണ്ട്. കിച്ചും തേജും അവരുടെ അപ്പുറത്ത് കളിക്കുന്നുണ്ട്. കിച്ചും തേജുവെല്ലാം റവയാകാൻ കാത്തിക്കുന്നതാണ്. ഇപ്പം വിളിക്കുമ്പോഴൊക്കെ വരുകയും ചെയ്യും. ഉപ്പ് കുറച്ച് ഇട്ട് കൊടുക്കുന്നതല്ല, വെള്ളം ഒഴിക്കുമ്പോൾ കുറച്ച് ഉപ്പ് കുറവാണ്. ഇപ്പോൾ കുറച്ചും കൂടി ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഉപ്പ് കുറച്ച് കുറവായതുകൊണ്ട് കുറച്ചും കൂടി ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇത് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം. നല്ലോണം ഇളക്കിയിട്ട് പിന്നെ അമർത്തി പൊത്തി വെക്കാം. കുതിർന്നത് കൊണ്ട് കുറച്ച് വേവ് വെള്ളം ഒഴിക്കണ്ടോ, അപ്പോൾ വേവും, പെട്ടെന്ന് തന്നെ വന്നോളൂ. എല്ലാം ഇങ്ങനെ ഇതാക്കി വെച്ചിട്ട് നമുക്ക് വാഴയില, ഞാൻ ഇന്ന് വാഴയില കൊണ്ടാണ് അടച്ചു വെക്കുന്നത്. അപ്പോൾ വാഴയിലേൻ്റെ ആ ടേസ്റ്റും കൂടി അതിൻ്റെ അകത്തായിട്ട് നല്ലൊരു ഇതുണ്ടാവും, ടേസ്റ്റ് ഉണ്ടാവും ഉപ്മാവിന്. ചക്കയാണല്ലേ, അടിപൊളി ചക്ക. നമുക്ക് തുറന്നു നോക്കിയിട്ട് എന്തായി നോക്കാം. വെള്ളം വറ്റി വന്നിട്ടുണ്ട്, ഏകദേശം ആയിട്ടുണ്ട്. നല്ല മണം വരുന്നുണ്ട്. പണ്ടത്തെ അതേ മണമെല്ലാം ഉണ്ട്, കരിവേപ്പിൻ്റെ നല്ലൊരു മണമുണ്ട്. നന്നായിട്ട് ഇളക്കി കൊടുക്കണം, അല്ലെങ്കിൽ അടിയിൽ പിടിച്ചു പോകും. ഇതിൻ്റെ ഒരു പശവശ ഉള്ളതുകൊണ്ട് റവക്ക് നല്ലൊരു പശവശ ഉള്ളതുകൊണ്ട് അടിക്ക് പിടിച്ചു. പക്ഷേ ഉരുളിയായതുകൊണ്ട് അങ്ങനെ അടിക്ക് പിടിക്കൽ കുറയും തോന്നുന്നു അല്ലേ? ഉരുളിയിലാകുമ്പോൾ അങ്ങനെ പിടിക്കില്ല. അലൂമിനിയം പാത്രത്തിലാകുമ്പോൾ വേഗം അടിക്ക് പിടിക്കും. പക്ഷേ ഉരുളിയിൽ ഉണ്ടാക്കുന്ന ടേസ്റ്റ് മാറ്റം തന്നെ. അപ്പം എന്തായാലും ഏകദേശം നമ്മളെ റവ ആയിട്ടുണ്ട്. നമുക്ക് ഉപ്മാവ് ഉപ്പിലച്ചപ്പിൽ കെട്ടി വെക്കാൻ വേണ്ടിയിട്ട് വാഴേൻ്റെ നാരെടുത്തിട്ട് കൊണ്ടാണ് നമ്മൾ ഉപ്പിലച്ചപ്പ് കെട്ടി വെക്കുന്നത്. നാരിങ്ങനെ ചെറുതായിട്ട് മുറിച്ചെടുക്കട്ടെ ഞാൻ. അപ്പോൾ ഉപ്മാവ് റെഡി ആയിട്ടുണ്ട്. നമുക്കത് ഇറക്കി വെച്ചിട്ട് ഉപ്പിലച്ചപ്പിലേക്ക് കെട്ടി വെക്കാം. ഓരോരാളെ അളവിലാണ്. ഒന്ന് കിച്ചുവിൻ്റെത്, ഒന്ന് തേജുവിൻ്റെത്. സാനിക്കേതാ? സാനിക്ക് കൂടുതലുള്ളതാണ് അല്ലേ? സാനിക്കായിപ്പോൾ കടല കുറച്ച് കൂടുതലാണെന്ന് തോന്നുന്നു അല്ലേ? കടല കുറച്ചധികം ഇട്ട് എന്നാൽ കടിക്കുമ്പോൾ നല്ലൊരു കുട്ടിയൊക്കെല്ലാം നല്ല ഇഷ്ടപ്പെടും കടലെല്ലാം ഉള്ളതുകൊണ്ട്. എന്തായാലും വൈകുന്നേരം നമുക്ക് കഴിക്കാൻ പറ്റിയ നല്ലൊരു ഫുഡാണ്. കാരണം കട്ടൻ ചായൻ്റെ കൂടെ കഴിക്കാൻ പറ്റിയ നല്ല ഫുഡായത്. നല്ല ടേസ്റ്റ് ഉണ്ടാവും. അത് നമുക്ക് കെട്ടി വെക്കാം. ഈ കാര്യം കൊണ്ടോ വാഴേൻ്റെ കാര്യം ചൂടോടുകൂടി കെട്ടി കഴിഞ്ഞാൽ നല്ല ടേസ്റ്റ്. ഇപ്പം തന്നെ ആ മണം വന്ന് കെട്ടുമ്പോൾ ഉപ്മാവും ഉപ്പിലച്ചപ്പിൻ്റെയും മണം, സ്കൂളിലെ ആ ഉപ്മാവിൻ്റെ തന്നെ മണം വന്നിട്ടുണ്ട്. എന്നിട്ട് ആ ചൂടോടുകൂടി തുറന്നിട്ട് തിന്നണം അല്ലേ? ചൂടോടുകൂടി കട്ടൻ ചായയും ഉപ്മാവും. കയറെടുക്കും സനി. കെട്ടുമ്പോൾ തന്നെ തിന്നാൻ തോന്നുന്നില്ല സനി. വായിന്ന് വെള്ളം വരുന്ന സനിയുടെ വായിൽ വെള്ളം.
കയറുണ്ട്. പണ്ടത്തെ എല്ലാ കെട്ടും വാഴക്കയറിലാണല്ലേ, കയറൊന്നും ഇല്ലല്ലോ. പണ്ടെല്ലാം വാഴയിൽ തന്നെ വാഴക്കയറിനെ കൊണ്ട്. പിന്നെ അതേമാതിരി പാണിന്റെ ഇതിനെ കൊണ്ട് ഒരു കെട്ടലുണ്ട്. പാണ് ചെറുങ്ങനെ ചീന്തി എടുത്തിട്ട് പാളേനെ കൊണ്ടും കിട്ടൂലേ. പാളയിൽ ഉപയോഗിക്കില്ലേ പണ്ട്? നമ്മളന്ന് പണ്ട് കാമനെല്ലാം അടയാക്കുന്ന സമയത്ത് ഇതേമാതിരിയാണ് ആക്കല്. അപ്പൊ ഉപ്മാവ് റെഡി ആയിട്ടുണ്ട്. ഇതന്നെ ഇപ്പൊ തന്നെ നല്ല മണമുണ്ട്. അപ്പൊ ഇത് നമുക്ക് തേജുവിനും കിച്ചനും അയാനെല്ലാം കൊണ്ടു കൊടുക്കാം. അപ്പൊ നമ്മളെ ഉപ്മാവും കട്ടൻ ചായയും റെഡി ആയിട്ടുണ്ട്. അപ്പൊ അപ്പോഴത്തേക്ക് ഇവരെല്ലാരും ഇവിടെ റെഡി ആയിട്ടുണ്ട്. അയാലും കിച്ചു മുഖം നോക്കിയാട്ടാ കളിച്ചിട്ടില്ല. എന്തോലും കളിച്ചിന്? ഫുട്ബോൾ കളിച്ചിന്. അതിന്റെ മുഖത്ത് ഇത്ര ക്ഷീണല്ലേ. അപ്പൊ നമ്മളെ ഇന്നത്തെ സ്പെഷ്യൽ എന്താണെന്നറിയാം? കട്ടൻ ചായയും. കട്ടൻ ചായ അല്ലേ? എന്തുപ്പാവ് അറിയില്ല. അപ്പൊ എല്ലാരും ഉപ്മാവ് കിട്ടോ? ഞാനും എടുക്കട്ടെ. കൊച്ചു കഴിച്ചു മണപ്പിച്ചു നോക്കിയാ. നല്ലോണമുണ്ട് ഉപ്മാവ്. ഉപ്പിലേന്റെ ഉപ്പലച്ചപ്പിന്റെ. അടിപൊളിയല്ലേ ആക്കിച്ചു? അതിന് കട്ടൻ ചായയും കുടിക്കണം, എന്നാലേ അതിന്റെ ശരിയായ ടേസ്റ്റ് അറിയില്ല. അതിനെന്തുണ്ട്? സൂപ്പറാ. നോക്കിയില്ല. എന്തുണ്ട്? അടിപൊളിയാ. കടലയിലായിട്ട് നല്ല ടേസ്റ്റ് ഇല്ലേ? കടലയും ക്യാരറ്റും ഇതെല്ലാം ഉള്ളതുകൊണ്ട്. ആദ്യത്തെ കടലയിലും ഇട്ടിട്ടാണ്. ഇത് നമ്മളെ പുതിയ വെറൈറ്റിയാണ്, കടലയിലും ഇട്ടിട്ട്. സ്കൂളിൽ നിന്ന് കൊണ്ട് കടലില്ലാന്ന് തോന്നുന്നു. നമുക്കൊന്നും കടല കിട്ടിയില്ലാന്ന് തോന്നുന്നുണ്ട്. അന്നേരം കടലൊന്നുമില്ല, വെറും ഉപ്മാവും മുളകും. അപ്പൊ നമുക്കിന്ന് പിന്നെ നല്ലൊരു ഗിഫ്റ്റ് കിട്ടിയോ? ഇന്ന് നമുക്കൊരു ഗിഫ്റ്റ് കിട്ടിയതാണ്. അപ്പൊ ആ വളരെ നന്ദിയുണ്ട്. അപ്പോൾ നമ്മളെ വീഡിയോ എല്ലാവരും കണ്ടിട്ട് മുഴുവനായിട്ട് കാണണം. ഉപ്മാവ് ഉണ്ടാക്കുന്ന വീഡിയോ മുഴുവനായിട്ട് കാണണം. എന്നിട്ട് എല്ലാവരും പിന്നെ നമ്മളെ കമന്റും ലൈക്കും സബ്സ്ക്രൈബും എല്ലാം ചെയ്യണം. ഞാനെന്തുണ്ട് സൂപ്പറാ. പിന്നെ കിച്ചു പറയാ എന്താ ചെയ്യേണ്ടത്? സബ്സ്ക്രൈബ് പറയാറാ, സബ്സ്ക്രൈബ് ചെയ്യാൻ പറയാറാ. അതന്നല്ലേ. അപ്പൊ എല്ലാരും ആസ്വദിച്ച് ഉപ്മാവും കട്ടൻ ചായയും കഴിക്കുന്നുണ്ട്. അടിപൊളിയായിട്ടുണ്ട്. അന്നത്തെ ആ സ്കൂളിൽ നിന്ന് കിട്ടുന്ന അതേ ടേസ്റ്റ് തന്നെ ഉണ്ട്. നമ്മളെ മക്കൻ ബീഫിന്റെ ടീം ഏകദേശം ഇതിനകത്ത് എല്ലാവരും ഉണ്ട്. പക്ഷെ ഒരാളെ കുറവുണ്ട്, സനു. പിന്നെ അവന്റെ മാമന്റെ വീട്ടിൽ കൂടിയല്ലാണ് ഏപ്രിൽ 3-ന്. അപ്പം അടുത്തേക്ക് ചെറിയൊരു വൈറ്റ് വാഷിന്റെ ഹെൽപ്പറായിട്ടെല്ലാം പോയിട്ടുണ്ട്. എന്താ ആക്കുന്ന നാടെ പറയാൻ കഴിയില്ല. വെള്ളം വലിക്കാനാ പോയി, കംപ്ലീറ്റ് കച്ചരാക്കിട്ടേ വരുന്നെന്ന് പറയാൻ കഴിയില്ല. മൊത്തം അടിയിടെല്ലാം വാരിപ്പെരുകിട്ടുണ്ടാമോ? അടിപൊളി. ഇപ്പൊ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നില്ലേ റവ? ഈ വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെട്ടാല് എല്ലാരും ഈ റവ വീട്ടിലുണ്ടാക്കി നോക്ക. പിന്നെ മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പൊ പുതിയൊരു വീഡിയോയുമായി വരുന്നവരെ എല്ലാവർക്കും ബൈ.